കേരളത്തിൽ ഇപ്പോൾ തന്നെ ഉണ്ടാകുന്ന ഈ ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ മനുഷ്യരും ഈ മൃഗങ്ങൾ തമ്മിലുണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങളിൽ എത്രമാത്രം നമ്മുടെ സമൂഹവും നമ്മുടെ ഗവൺമെൻറ്റും എത്രമാത്രം വിജയിച്ചിട്ടുണ്ട്? തീർച്ചയായിട്ടും ഈ പ്രശ്നത്തെ പരിഹരിക്കുന്നതിന് വേണ്ടി LDFിലെ ഒരു പ്രധാന ഘടകമായ കേരള കോൺഗ്രസ് മാണി വിഭാഗം വേണ്ട രീതിയിൽ ഗവൺമെൻറ്റിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. തീർച്ചയായിട്ടും ഇടുക്കി, കോട്ടയം പോലെയുള്ള മേഖലകളിൽ, വയനാട് പോലെയുള്ള മേഖലകളിലെ ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഗവൺമെൻറ് ഈ വിഷയത്തെ ശരിയായ രീതിയിൽ മനസ്സിലാക്കി അങ്ങനെ ഒരു സ്റ്റേറ്റ് സ്പെസിഫിക് ഡിസാസ്റ്ററായി കണക്കിലെടുത്തുകൊണ്ട് 2024-25 സാമ്പത്തിക വർഷം 48 കോടിയിലധികം രൂപ ഈ പ്രശ്നത്തെ അതിജീവിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് ചെലവഴിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ അമെൻമെൻറ്റ് ആക്ട് ബില്ല് കേരളത്തിൽ 2025 പാസ്സാക്കിയിട്ടുണ്ട്. പക്ഷേ വേണ്ട രീതിയിൽ ആ പ്രശ്നത്തെ 100% അതിജീവിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്ന് വരില്ല. ഒരുപക്ഷെ അത്ര ഒതൻറ്റിക്കായ സോഴ്സിൽ നിന്നാണോ എന്നുള്ളത് നമ്മൾ വീണ്ടും പരിശോധിക്കേണ്ടതാണ്. നമുക്ക് തുറന്നുള്ള വീഡിയോയിൽ ചെയ്യാം, അതേക്കുറിച്ച് പറയാം. 17ഓളം ജീവനുകൾ കുറഞ്ഞൊരു കാലയളവിനുള്ളിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്.